ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിനെയും ജിയോ പൊളിറ്റിക്സിനെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയും ചേർന്നിട്ടുള്ള ഒരു ടു ഫ്രണ്ട് വാർ ഭീഷണിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ആ ഭീഷണി ഇപ്പോൾ നമ്മുടെ കിഴക്കൻ അതിർത്തിയിലേക്കും പടരുകയാണ്. അതേ എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വ്യോമാതിർത്തിയിൽ വിന്യസിച്ച ചൈനീസ് നിർമ്മിത അത്യാധുനിക J-10CE ഫൈറ്റർ ജെറ്റ്സ് ബംഗ്ലാദേശ് സ്വന്തമാക്കാൻ പോകുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ ചൈന സന്ദർശനത്തിനിടെയാണ് ഈ വൻ ആയുധ കച്ചവടത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഈ കച്ചവടത്തിന് പിന്നിൽ? എന്താണ് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ? ഇത് ഇന്ത്യയുടെ ആകാശ സുരക്ഷയ്ക്ക് എത്രത്തോളം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്? നമുക്ക് വളരെ കൃത്യമായിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശ് വാങ്ങാൻ പോകുന്ന ഈ വിമാനത്തിന്റെ പവറാണ്. ചൈനയുടെ വിഖ്യാത പ്രതിരോധ നിർമ്മാതാക്കളായ ഷെങ്ഡു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ് CAIG നിർമ്മിച്ച J-10C വിമാനത്തിന്റെ എക്സ്പോർട്ട് വേരിയന്റ് ആണ് ഈ J-10CE. ഇതിനെ ചൈനക്കാർ വിളിക്കുന്നത് വിഗറസ് ഡ്രാഗൺ എന്നാണ്. ഇതൊരു 4.5 ജനറേഷൻ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് ആണ്. അതായത് ഒരേ സമയം വ്യോമാധിപത്യം സ്ഥാപിക്കാനും കൃത്യതയാർന്ന മിസൈൽ ആക്രമണങ്ങൾ നടത്താനും, അതായത് പ്രിസിഷൻ സ്ട്രൈക്സ് നടത്താനും ഇതിന് സാധിക്കും. ഇതിന്റെ മാക്സിമം സ്പീഡ് എത്രയാണ് എന്നറിയാമോ? മാക് 1.8 മുതൽ മാക് 2 വരെയാണ്. ഇതിന് 1000 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് പറന്ന് ആക്രമണം നടത്താനുള്ള കോമ്പാക്ട് റേഡിയസ് ഉണ്ട്. കൂടാതെ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അത്യാധുനിക AESA റേഡാറുകളും ചൈനയുടെ ഏറ്റവും മാരകമായ PL-15 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് BVR മിസൈലുകളുമാണ്. ഈ ഒരൊറ്റ വിമാനത്തിന്റെ വില ഏകദേശം $40 മില്യൺ ആണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി എന്താണ് ഈ വാർത്തയിലെ ഓപ്പറേഷൻ സിന്ദൂർ കണക്ഷൻ എന്ന് നോക്കാം. ഇന്ത്യയിൽ നിന്നുള്ള തീവ്രവാദ ഭീഷണികളെയും പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന നീക്കങ്ങളെയും ഇന്ത്യൻ എയർഫോഴ്സ് അതീവ ഫലപ്രദമായി തകർത്ത ഒരു സൈനിക ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാനും ഇന്ത്യക്ക് ഭീഷണി ഉയർത്താനും പാകിസ്ഥാൻ വ്യോമസേന അതിർത്തിയിൽ വിന്യസിച്ചത് ചൈനയിൽ നിന്ന് വാങ്ങിയ ഇതേ J-10CE വിമാനങ്ങളായിരുന്നു. ലോകത്ത് ചൈനയ്ക്ക് പുറത്ത് ഈ വിമാനം നിലവിൽ ഉപയോഗിക്കുന്ന ഒരേ ഒരു രാജ്യം പാകിസ്ഥാൻ മാത്രമാണ്. എന്നാൽ ഇപ്പോൾ ഇതാ പാകിസ്ഥാന് പിന്നാലെ ഈ മാരക വിമാനം വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമായിട്ട് മാറാൻ ഒരുങ്ങുകയാണ് ബംഗ്ലാദേശ്. ചൈനയുമായുള്ള വലിയൊരു പ്രതിരോധ നവീകരണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 24 J-10CE വിമാനങ്ങൾ വാങ്ങാനാണ് ബംഗ്ലാദേശ് താൽപര്യപ്പെടുന്നത്. നിലവിലെ ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ജൂൺ 24 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ ചൈനയിൽ ഔദ്യോഗിക സന്ദർശനത്തിലാണ്. ഇന്ന്, അതായത് ജൂൺ 25 അദ്ദേഹം ചൈനീസ് പ്രീമിയർ ലിയുമായും അതുപോലെ ജൂൺ 26 ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായിട്ടും നിർണായകമായ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. ബംഗ്ലാദേശ് മാധ്യമമായ ഡെയിലി വാദ റിപ്പോർട്ട് പ്രകാരം ഈ സന്ദർശനത്തിനിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഈ ഫൈറ്റർ ജെറ്റ് ഡീൽ ഉറപ്പിക്കുക എന്നത് തന്നെയാണ്. ഏകദേശം $1 ബില്യൺ മൂല്യം വരുന്നതാണ് ഈ ആയുധ കച്ചവടം. വരുന്ന ഓഗസ്റ്റ് മാസത്തോടെ കരാറിൽ ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായിട്ട് ഒപ്പുവെക്കുമെന്നാണ് ബംഗ്ലാദേശ് ഗവൺമെന്റ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ സന്ദർശനത്തിൽ പ്രതിരോധം കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ, ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ മേഖലകളിലായി 15-ലധികം ധാരണാപത്രങ്ങളും 2 പ്രധാന കരാറുകളും ഒപ്പുവെക്കുന്നുണ്ട്. ഇതിലൂടെ ചൈനയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വെറും ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ നിന്നും ഒരു കമ്മ്യൂണിറ്റി വിത്ത് എ ഷെയർഡ് ഫ്യൂച്ചറിലേക്ക്, അതായത് പരസ്പരം കോർത്തിണക്കപ്പെട്ട ഒരു ഭാവി പങ്കാളിത്തത്തിലേക്ക് മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ബംഗ്ലാദേശ് ഈ വിമാനങ്ങൾ വാങ്ങുന്നത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് ഇന്ത്യക്ക് വലിയൊരു തന്ത്രപരമായ തലവേദനയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഡബിൾ ഫ്രണ്ട് എയർ ഡൈനാമിക്, അതായത് ഇതുവരെ നമ്മൾ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാനെ മാത്രമാണ് എയർ ഡിഫൻസിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന അതേ ചൈനീസ് വിമാനങ്ങൾ കിഴക്കൻ അതിർത്തിയിൽ ബംഗ്ലാദേശും വിന്യസിക്കുന്നതോടെ ഇന്ത്യക്ക് ഇരുവശത്തു നിന്നും ഒരേ തരത്തിലുള്ള വ്യോമ ഭീഷണി നേരിടേണ്ടി വരും. ഇനി രണ്ടാമതായിട്ട് ചൈനീസ് സ്വാധീനമാണ്. ബംഗ്ലാദേശ് മിലിറ്ററിയുടെ ആകെ ആയുധ ഇറക്കുമതിയുടെ 70%-ലധികവും ചൈനീസ് നിർമ്മിതമാണ്. ഇപ്പോൾ ഈ അത്യാധുനിക വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ബംഗ്ലാദേശിന്റെ വ്യോമസേനാ താവളങ്ങളിൽ ചൈനീസ് സാങ്കേതിക വിദഗ്ധരുടെയും റേഡാർ സിസ്റ്റങ്ങളുടെയും സാന്നിധ്യം വർദ്ധിക്കും. ബേ ഓഫ് ബംഗാളിലും അതുപോലെ ഇന്ത്യയുടെ ചിക്കൻസ് നെക്ക് ഇടനാഴിക്ക് സമീപവും ചൈനയ്ക്ക് നിരീക്ഷണ ശേഷി കൂടാൻ ഇത് കാരണമാകും. മൂന്നാമതായിട്ട് ആയുധ സന്തുലിതാവസ്ഥയിലെ മാറ്റമാണ്. അതായത് ബംഗ്ലാദേശിന്റെ പക്കൽ നിലവിൽ റഷ്യൻ നിർമ്മിത MiG-29 വിമാനങ്ങളാണ് ഉള്ളത്. അതിൽ നിന്നും ഈ ഒരു 4.5 ജനറേഷൻ ഡിജിറ്റലി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള J-10CEയിലേക്ക് അവർ മാറുമ്പോൾ കിഴക്കൻ മേഖലയിലെ ആകാശശക്തിയുടെ ബാലൻസ് പാടെ മാറും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബംഗ്ലാദേശ് തങ്ങളുടെ രാജ്യത്തിന്റെ പ്രതിരോധം ശക്തമാക്കാൻ ഫോഴ്സസ് ഗോൾ 2030 പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വിമാനങ്ങൾ വാങ്ങുന്നതെങ്കിലും ഇതിന്റെ അണിയറയിലെ ചരടുവലികൾ ചൈനയുടേതാണ്. പാകിസ്ഥാന് പിന്നാലെ ബംഗ്ലാദേശിനെയും തങ്ങളുടെ ആയുധ വലയത്തിലാക്കി ഇന്ത്യയെ തന്ത്രപരമായിട്ട് വളയാനാണ് ബെയ്ജിംഗ് ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഡൽഹി ഈ നീക്കത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്നും ഇന്ത്യയുടെ കിഴക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെ ശക്തമാക്കുമെന്നും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.